നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും തുരുമ്പിൽ പണി കിട്ടിയിട്ടുള്ള ഭാഗമായിരിക്കും ബൂട്ട് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ ബാക്ക് സൈഡ്. ഈ കാണുന്നത് തുരുമ്പാണ്. ഇപ്പം പെയിൻറ്റ് ബബിളായിട്ട് വന്നിട്ടുണ്ട്. ആൾറെഡി എനിക്കിവിടെ റെസ്റ്റ് വന്നിട്ട് ടാറ്റയിൽ നിന്ന് ഒരു പ്രാവശ്യം അവർ ടച്ചപ്പ് എന്താ ചെയ്ത് തന്നെയാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അത് ഒന്നേന്ന് ഞാൻ തന്നെ ചെയ്യണം. അതുപോലെ ടെയിൽ ലാമ്പിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിലും കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ടെയിൽ ലാമ്പിൻ്റെ ഈ ഭാഗത്തും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ഫിക്സായി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഫിക്സായി വരുന്നത്. അപ്പോൾ ടെയിൽ ലാമ്പിൽ ചാരിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തട്ടിക്കഴിഞ്ഞാലോ പെയിൻറ്റ് കട്ടായിട്ട് അവിടെ നിന്ന് റെസ്റ്റ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ പലർക്കും കിട്ടിയിട്ടുള്ളൊരു പണിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ റെസ്റ്റ് വരുന്നത്. എനിക്കെന്തായാലും ദൈവം സഹായിച്ച ആ ഭാഗങ്ങളിലൊന്നും റെസ്റ്റ് ഇല്ല. കാരണം അതിന് ഞാൻ പ്രിക്കോഷൻ എടുത്തത് ഇവിടെ ഒരു റബ്ബർ ബീഡിങ് വരും. ഞാൻ അതിൽ ഓയിൽ അപ്ലൈ ആയിട്ടാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് ബൈ ഗോഡ് ഗ്രേസ് ഓർ എൻ്റെ ലക്ക് കാരണം അവിടെ തുരുമ്പ് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് പണി കിട്ടിയത് ഇവിടെ പണി കിട്ടി. പല ആൾക്കാർക്കും ഈ ഒരു ജോയിൻസിൽ പണികൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്കിവിടെ വന്നിട്ട് ഒരു ഹോളും വീണിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പം കിട്ടിയ പണിയാണ്. നേരത്തെ എനിക്ക് ഇതിന് മുന്നേ റെസ്റ്റ് ഇഷ്യൂ വന്നിട്ട് എനിക്കിവിടെ സോൾവ് ചെയ്ത് തന്ന ഭാഗമാണ് ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് തന്നെ. അപ്പം എന്തായാലും നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തതുകൊണ്ട് എനിക്കവിടെ വീണ്ടും ഹോള് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോയിൻ ഭാഗത്തും റെസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് വീട്ടിലിട്ട് തന്നെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഗ്യാസ് വെൽഡോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഈ ഭാഗത്ത്. ജസ്റ്റ് MC അല്ലെങ്കിൽ പുട്ടിയിട്ട് അടച്ചെടുക്കുന്നു. കാരണം ഗ്യാസ് വെൽഡ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ചൂടായി കഴിഞ്ഞാൽ സൈഡ് മൊത്തത്തിൽ നല്ലപോലെ ഹീറ്റായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഹീറ്റായ ഭാഗത്ത് കൊറോഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് റെസ്റ്റ് വന്നു തുടങ്ങും. അപ്പം അതിൽ നല്ലത് നോർമലായിട്ട് നമുക്ക് വീട്ടിൽ എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഓരോന്നും ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരിക്കും. ആവശ്യമുള്ളവർ കാണുക. ഓക്കെ, ഈ ഭാഗങ്ങളിൽ തുരുമ്പെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. മുഴുവനും കാണുക. ലാമ്പ് ഓൾറെഡി ഞാനിവിടെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്ത ടൂൾ കിറ്റാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാര്യം ക്ലീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് ഞാൻ വയർ ബ്രഷ് ബ്രാസിലതും അലുമിനിയത്തിലെയും വയർ ബ്രഷ് എടുത്തിട്ടുണ്ട്. അലുമിനിയം ആണോ? മെറ്റൽ ടൈപ്പ്, അലുമിനിയം അല്ല, മെറ്റൽ ടൈപ്പും ബ്രാസ് ടൈപ്പായിട്ടുള്ള വയർ ബ്രഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ 80 ലിറ്ററിൻ്റെ സാൻഡ് പേപ്പർ, തുടയ്ക്കാനായിട്ടൊരു വേസ്റ്റ് തുണി, പിന്നെ എൻ്റെ കൈയുടെ പ്രൊട്ടക്ഷന് ഗ്ലൗ, പിന്നെ മാസ്കും ഐ പ്രൊട്ടക്ടറും വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലാസും വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്കിനി റെസ്റ്റിൻ്റെ ക്ലീനിങ്ങിലോട്ട് പോവാം. ഇപ്പം ഇത്രയും സാധനം മസ്റ്റാണ്. ഇതില്ലാതെ സാൻഡ് പേപ്പർ മാത്രമായിട്ട് പിടിച്ച് ക്ലീനാക്കി അവിടെ പെയിൻ്റ് അടിക്കാനോ പുട്ടി അടിക്കാനോ നിൽക്കരുത്. വയർ ബ്രഷ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ വേണ്ട സാധനമാണ്. ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഹാർഡ്വെയർ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, ആമസോണിലും കിട്ടും. ഞാൻ ആമസോണിൽ നിന്ന് എടുത്തേക്കുന്നത് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് ഈ ഭാഗം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ഞാൻ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും റെസ്റ്റിൻ്റെ അംശങ്ങളുണ്ട്. അതിനിപ്പം പ്രൈമറൊക്കെ അടിച്ച് ഫില്ലാക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് അത് കുഴപ്പമില്ലാതെ ഓടും. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വരും. ആ സമയത്ത് എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറെ പീസ് എന്തെങ്കിലും കയറ്റണം. കാരണം കട്ട് ചെയ്ത് മാറണം, ഇവിടെ നിന്ന് ഇത്രയും തൊട്ട് കട്ട് ചെയ്ത് മാറണം, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. അത് വീണ്ടും അതിനകത്ത് റെസ്റ്റ് വരത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയാസൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇവിടെയൊക്കെ റെസ്റ്റ് ഉണ്ട്, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രഷിനെ നമുക്ക് ടച്ച് ചെയ്തെടുക്കാം. പ്രൈമർ ഞാൻ എന്തായാലും ഒരു 3 കോട്ട് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ആദ്യം ഒരു കോട്ട് അടിച്ച് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ സൈലൻസർ കോട്ടിങ് അടിച്ചില്ല, അതിൻ്റെ സെയിം രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തെടുക്കുക. ടിന്നർ ചേർത്തേക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റ് ആയിക്കോളും. എന്നും പറഞ്ഞാൽ വലിച്ചു വരെ ടിന്നർ ചേർത്തുകളയരുത്. ഓരോ പെയിൻറ്റിങ്ങിനും അതിൻ്റെതായിട്ടുള്ള ടിന്നറിൻ്റെ അളവും പ്രൈമറിൻ്റെ അളവും പെയിൻറ്റിൻ്റെ അളവും ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട്, തേർഡ് കോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഏരിയാസ് കൊണ്ട് നമുക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്യാം. ഈ ഭാഗത്താണ് റെസ്റ്റായിട്ട് ഹോൾ വന്നിരുന്നത്. അപ്പം ആ ഭാഗത്ത് ഞാൻ ഇന്നലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് റെസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം, വയർ ബ്രഷെല്ലാം ഇട്ട് പിടിച്ച് റെസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഹോളൊന്ന് ഡ്രിൽ ബിറ്റിട്ട് ഒന്ന് ഡ്രിൽ ചെയ്ത് ഒരല്പം റെസ്റ്റൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇൻസൈഡ് ഞാൻ പറഞ്ഞില്ല, ഇൻസൈഡ് ചിലപ്പോൾ റെസ്റ്റ് കാണും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പ്രൈമർ അടിച്ചായിരുന്നു. പ്രൈമർ അടിച്ച് 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും പ്രൈമർ സെറ്റായി. അത് കഴിഞ്ഞ് പ്രൈമറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് സാൻഡ് ചെയ്ത് കളഞ്ഞ് ഹോൾ അടയ്ക്കാനായിട്ട് ബോഡി ഫില്ലർ, പുട്ടി എന്ന് വേണമെങ്കിലും പറയാം, ബോഡി ഫില്ലർ അപ്ലൈ ചെയ്ത് അക്കായിട്ടാണ് യൂസ് ചെയ്തത്. പുട്ടി അടിച്ച് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റഫായിട്ടായിരിക്കുന്നത്. ഇത് ഇനി സെറ്റായതിന് ശേഷം അല്ലെങ്കിൽ ഹാർഡായതിന് ശേഷം സാൻഡ് ചെയ്ത് ലെവലാക്കിയെടുക്കണം. അതിനുശേഷം ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ചിട്ട് വേണം പെയിൻ്റ് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാനിതിൽ പ്രൈമർ ആസ് യൂഷ്വൽ, പ്രൈമർ പുട്ടിക്ക് മുകളിൽ എപ്പോഴും പ്രൈമർ നല്ലതുപോലെ പിടിക്കും. അപ്പം പുട്ടി ഇട്ടതിന് ശേഷം പ്രൈമർ ഒരു 2 കോട്ടെങ്കിലും ഇട്ടതിന് ശേഷം മാത്രമേ പെയിൻ്റ് അടിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇപ്പം ഇതിപ്പം ഇൻറ്റീരിയർ പാർട്ട്, ഇൻറ്റീരിയർ മീൻസ് നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത പാട്ട്, തുറന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബോഡി പാനൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലോക്കൽ ഷോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പുട്ടിയിട്ട് 2 കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് ബേസ് കോട്ടും അടിച്ച് ബേസ് കോട്ടിന് 2 കോട്ട് അടിച്ചതിന് ശേഷം മാത്രമേ ക്ലിയർ കോട്ട് അടിക്കാവൂ. അതാണ് പെയിൻറ്റിങ്ങിൻ്റെ രീതി. ഓക്കെ, അല്ലാതെ കാട്ടിക്കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുട്ടി അടിച്ച് പ്രൈമർ സാധാ പലതരം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അതൊരു പെയിൻറ്റിങ് ജോബിൽ കയറുന്ന സമയത്ത് ഞാൻ അത് വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. പ്രൈമർ പുട്ടി എപ്പോഴും പെയിൻറ്റിനെ അല്ലെങ്കിൽ പ്രൈമറിനെ വലിച്ചെടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് പെയിൻറ്റ് അടിച്ച് വരുന്ന ഭാഗത്തൊക്കെ ചിലപ്പം ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചില വണ്ടികൾ നോക്കിയാൽ ആ ഒരു ഭാഗം മാത്രം ലോക്കൽ യൂസ് ചെയ്യുന്ന വണ്ടികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡാർക്ക് റെഡൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ടിയാഗോയുടെ ബെറി റെഡൊക്കെ വരുന്ന വണ്ടികളിൽ, അല്ലെങ്കിൽ ബ്രൗൺ കളറോ അല്ലെങ്കിൽ സിൽവർ കളറോ അങ്ങനെയൊക്കെയുള്ള വണ്ടിയിൽ പുട്ടി നോർമൽ ഇട്ട് ബേസ് കോട്ടോ അല്ലെങ്കിൽ പ്രൈമറോ നേരെ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പെയിൻറ്റ് ഫെയ്ഡാവും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക്. ഉടനെയൊന്നുമല്ല, കുറച്ച് കാലം കഴിയുമ്പോൾ അത്
പുട്ടി പ്രൈമറും എന്താണ് പെയിൻറ്റും വരച്ചെടുക്കുന്നതാണ്. അക്കായിയുടെ ബോഡി ഫിൽറ്ററാണ് യൂസ് ചെയ്തത്. 85 രൂപയാണ് ആയത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹാർഡ്നറും കിട്ടും. ഓക്കെ, ഹാർഡ്നർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുക. ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുട്ടി അടിച്ചിട്ട് ഉപയോഗമില്ല. പിന്നെ പുട്ടി അടിക്കുന്നൊരു ബ്ലേഡ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, PVC ഷീറ്റ്. അപ്പോൾ പുട്ടിയിട്ടത് ഫിനിഷ് ചെയ്യാനായിട്ട് IT ഗ്രിഡിൻ്റെ ഒരു സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഇതൊന്ന് ലെവലാക്കി എടുക്കണം. നേരത്തെ നിങ്ങൾ കണ്ടില്ലെന്ന് റഫായിട്ടിരുന്നതാണ്. അപ്പോൾ റഫായിട്ടിരുന്ന ഏരിയാസൊക്കെ ഒന്ന് സാൻഡ് ചെയ്ത് ലെവലാക്കി എടുക്കണം. സാൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോഡി ഷേപ്പ് നമുക്ക് കിട്ടാനായിട്ടാണ്. ഇപ്പോൾ പുട്ടി അപ്ലൈ ചെയ്ത് 80 ഗ്രിഡിൻ്റെ 120 ഗ്രിഡിൻ്റെ സാൻഡ് പേപ്പർ പിടിച്ച് ഇച്ചിരി ലെവലാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ ചെറിയ പാച്ചസ് ഉണ്ട്. കാര്യമാക്കുന്നില്ല, കാരണം ഇത് ആരും പെട്ടെന്നൊന്നും നോക്കുന്ന സംഭവമൊന്നുമില്ല. ഇനി നമുക്കിതിൽ പ്രൈമർ അടിച്ച് 2 കോട്ട് പ്രൈമർ അടിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് ആ ഒരു റെഡ് പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തങ്ങ് പോവാം. വലുതായിട്ട് അടിക്കുന്നില്ല, ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോകുന്നില്ല, ഒരു വൃത്തിയോട് മാറാനുള്ള രീതിയിൽ. ഓക്കെ, അതിനുശേഷം ഞാൻ നേരത്തെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തതുപോലെ പ്ലെയിൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാതെയോ ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് അടിച്ച് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, ഇത് ടിയാഗോയുടെ ബെറി റെഡ് കളർ ആണ്, ഏഷ്യൻ പെയിൻസിൻ്റെയാണ്. അപ്പോൾ ഇത് ഞാൻ ലോക്കലി പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കൂടെ വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ടെയിൽ ലാമ്പിൻ്റെ ഈ ഭാഗം വന്ന് സ്ക്രാച്ചായിട്ടാണ് റസ്റ്റ് വരുന്നതെന്നുള്ളത്. അപ്പം അതൊന്ന് റെഡിയാക്കാനായിട്ട് ഇതിനകത്ത് തന്നെ ഞാൻ ചെയ്തൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ബീഡിങ് ഫുൾ അകത്തോട്ട് പിടിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ടെയിൽ ലാമ്പ് ഫിറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഈ ഭാഗം ഇവിടെ തട്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇവിടെ ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്താലും ബോഡിയിലോട്ട് തട്ടൂല. അപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഈ റബ്ബർ ബീഡിങ് പുറത്തോട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പ് ലൂസാക്കി റബ്ബർ ബീഡിങ് ഫുൾ അകത്തോട്ടാക്കിയതിന് ശേഷം റബ്ബർ ബീഡിങ്ങിലോട്ട് കയറ്റി വെച്ച് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ടെയിൽ ലാമ്പിൽ ഗ്യാപ്പൊക്കെ കൂടുതലുള്ളവരൊക്കെ കാണും. അപ്പോൾ അതൊന്ന് ടെയിൽ ലാമ്പ് റിമൂവ് ആക്കി റീഫിക്സ് ചെയ്താൽ പറ്റും. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ല എന്ന് സർവീസ് സെൻ്ററിൽ പറയാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ജോബ് അല്ലെങ്കിൽ റസ്റ്റ് റിമൂവിങ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയ പണി അത് റീസോൾവ് ആക്കി എടുത്തിട്ടുണ്ട്. അത് വലിയ കാണാൻ മെനയില്ലെങ്കിലും കുറച്ച് നാളത്തേക്ക് വരാതിരിക്കാനുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാം, ഈ ഭാഗത്തൊക്കെ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടച്ച് ചെയ്ത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഏരിയാസിലൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രഷിൽ ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ കാണും. അപ്പം ഞാൻ ബ്രഷിൽ ടച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല, അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റ് ബൂത്തിൽ കൊണ്ടുകൊടുത്ത് ഞാൻ അടിക്കേണ്ടി വരും. എന്നാൽ ഞാൻ ഉടനെ ചെയ്യുന്നില്ല, കാരണം എനിക്ക് വണ്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് ഫുൾ ബോഡി പെയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ കളർ ചേഞ്ച് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബെറി റെഡ് തന്നെ ആയിരിക്കും അടിക്കുന്നത്. അപ്പം അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ജസ്റ്റ് തട്ടിക്കൂട്ട് സെറ്റപ്പിലൊന്ന് ചെയ്തെടുത്തതാണ്. നമുക്ക് തന്നെ വീട്ടിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്. പിന്നെ പെയിൻറ്റ് അടിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുത്ത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും ചെയ്യാം, ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും ചെയ്യാം. വീട്ടിലെങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ റബ്ബർ ബീഡിങ് ഒന്ന് ഇളക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് ഇളക്കി നോക്കുക. അതുപോലെ തന്നെ കാറ് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഭാഗമൊക്കെ നല്ലതുപോലെ ഷാമ്പു വെച്ച് വാഷ് ചെയ്തിറക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് തുരുമ്പ് വരാം. മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതുപോലെ തന്നെ ഡാറ്റയ്ക്ക് ഉണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി മീൻസ് മെറ്റീരിയൽ ബാഡ് ക്വാളിറ്റി, റസ്റ്റിൻ്റെ തുരുമ്പ് നല്ലപോലെ ഡാറ്റയ്ക്ക് ഉണ്ട്. അപ്പം കുറേ ആൾക്കാർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പണിയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അതിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പറക്കി ഫിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ പണിയിലോട്ട് പോട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോയ്ക്കകത്ത് കുറേ പോരായ്മകളുണ്ട്, ക്ഷമിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇതിൽ വലിയ കൂടുതൽ അറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ് ആകർഷ ഷോക്ക്.